ശ്രീ കെ സി ഉമേഷ് ബാബു വി എസിനെ തിരിച്ച് സമ്മേളനത്തിലേക്ക് വിളിക്കാൻ പോളിറ്റ് ബ്യൂറോ അവൈലബിൾ പി ബിയുടെ തീരുമാനങ്ങൾ അദ്ദേഹത്തെ അറിയിക്കാൻ പ്രകാശ് കാരാട്ടിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. പ്രകാശ് കാരാട്ട് ടെലിഫോണിൽ സംസാരിച്ചിരിക്കുന്നു. വി എസിന് ഈ ക്ഷണം സ്വീകരിച്ച് വീണ്ടും സമ്മേളനത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുമോ? എന്നാലും സുജനമര്യാദയുടെ പേരിലെങ്കിലും ഈ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടുള്ള വി എസിനോട് ഈ സെക്രട്ടറിക്ക് സംസാരിക്കാമായിരുന്നില്ലേ? സഖാവ് ഹർകിഷൻ സിംഗ് സുർജിത്തും മറ്റും സെക്രട്ടറി ആയിരുന്ന പല കാലങ്ങളിൽ അത്തരം ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഈ CPM അകത്ത് തന്നെ പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പലരും വളരെ പ്രധാനപ്പെട്ട ആളുകളും ചിലരൊക്കെ ജീവിച്ചിരിപ്പില്ലാത്ത ആളുകളും ആയതുകൊണ്ട് ഞാൻ അവരുടെ പേരുകൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് സംസ്കാര ശൂന്യതയാവും എന്നുള്ളതുകൊണ്ട്. അപ്പൊ ഈ സെക്രട്ടറിക്ക് അതിന് സമയമുണ്ടായിരുന്നു, അദ്ദേഹം അത് ചെയ്തിട്ടില്ല. അതിനർത്ഥം ഈ സമ്മേളനത്തിന്റെ തന്നെ ഒരേ ഒരു അജണ്ടയാണ് വി എസിനെ പുറന്തള്ളുക എന്നുള്ളൊരു അജണ്ടയെ മുൻനിർത്തി നടത്തിയ സമ്മേളനമാണ്. അതിന് ഈ ജനറൽ സെക്രട്ടറി കൂട്ടായിരുന്നു. കാരണം ഇദ്ദേഹം ഇപ്പോഴാണല്ലോ, ഇപ്പൊ ഞാൻ പറയാം, ഈ പോളിറ്റ് ബ്യൂറോയുടെ നോക്കും നിങ്ങൾ. ഈ പോളിറ്റ് ബ്യൂറോയിൽ കത്ത് കിട്ടിയിട്ടില്ല എന്ന് ആലപ്പുഴ വന്നിട്ട് പറയുന്നത് ഈ പാർട്ടി പോളിറ്റ് ബ്യൂറോയിലെ 2ാം സ്ഥാനക്കാരനായി അറിയപ്പെടുന്ന സീതാറാം യെച്ചൂരി സഖാവാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോഴും ഈ പറയുന്ന ജനറൽ സെക്രട്ടറി പറയുന്നത് വി എസിന്റെ കത്ത് മുമ്പേ കിട്ടിയിട്ടുണ്ടെന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കത്തിനെ കുറിച്ച് ഒരു ചർച്ചയും നടക്കാത്ത നിലയിൽ കാര്യങ്ങൾ എത്തിക്കുന്നതിൽ ആരാ പങ്കുവച്ചത്? പ്രകാശ് കാരാട്ട് എന്ന് പറയുന്ന ഒറ്റ മനുഷ്യൻ. അപ്പൊ അതുകൊണ്ട് ഈ വി എസ് അച്യുതാനന്ദനെ പുറന്തള്ളണം എന്ന് പറയുന്ന കേരള സംസ്ഥാന നേതൃത്വത്തിലെ ഭൂരിപക്ഷത്തിന്റെ എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്ന ആളുകളുടെ നിലപാട് നടത്തി കൊടുക്കാനുള്ള ഒരു ഏജൻസി പണിയുമായിട്ടാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് ജനറൽ സെക്രട്ടറി നടക്കുന്നത് എന്ന കാര്യം കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പൊ നടത്തിയ പത്രസമ്മേളനത്തോടെ വളരെ വളരെ വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് വി എസിന്റെ തീരുമാനം എന്താ അധികം എടുക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം വി എസ് അദ്ദേഹത്തിന്റെ തീരുമാനം അത് നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമല്ല. വി എസിനെ അതിനെക്കുറിച്ചൊന്നും പറയാൻ ഈ പറയുന്ന ടെലിവിഷൻ ചാനലുകളിലെ നിരീക്ഷകന്മാർക്ക് അവകാശമില്ല. അദ്ദേഹം തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ഇതിനകത്തായ ഗൂഢാലോചനകൾ മുഴുവൻ ഈ സംസ്ഥാന നേതൃത്വവും അഖിലേന്ത്യാ നേതൃത്വത്തിലെ ഒരു വലിയ പങ്കും ചേർത്ത് നടത്തിയ വി എസിനെ പുറന്തള്ളുക പാർട്ടിയിൽ എന്ന് പറയുന്ന ഒരു ഗൂഢാലോചന മുഴുവൻ ഈ പത്രസമ്മേളനത്തോടെ പരിപൂർണമായിട്ട് വ്യക്തമാണ്. അതിൽ തന്നെയുള്ള ഒരു പ്രശ്നവും കൂടിയുണ്ട്. കാരണം ഏകകണ്ഠമായിട്ട് 8 അവൈലബിൾ PB അംഗങ്ങൾ ചേർന്നിട്ട് വി എസിനെതിരായിട്ടുള്ള നടപടി ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് എല്ലാ ചാനലുകളും ഒറ്റ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്തെ ഭൂരിപക്ഷ തീരുമാനമാണ്, അവൈലബിൾ PBയുടെ ഭൂരിപക്ഷ തീരുമാനമാണ് എന്നാണ്. ഒരുപക്ഷെ അതാണ് സത്യമാകാൻ സാധ്യത. കാരണം താൻ ഈ പറയുന്ന ഒരു കത്ത് കണ്ടിട്ടില്ല എന്ന് കേരളത്തിൽ തന്നെ നിങ്ങളോടെല്ലാം തന്നെ പത്രക്കാരോട് സീതാറാം യെച്ചൂരി മുമ്പേ പറഞ്ഞതാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ ഒരാൾക്ക് ഇപ്പോഴും ഈ കത്ത് കിട്ടുമ്പോൾ ഉടനെ ഇത് വെച്ചിട്ട് ഒരു ഐകകണ്ഠ്യേന തീരുമാനത്തിലേക്ക് അദ്ദേഹത്തിനൊക്കെ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നുണകളുടെ ഒരു വലിയ ഫാക്ടറി ഉണ്ടാകുക, ഈ നുണകളുടെ വലിയ ഫാക്ടറി വളരെ മൂർത്തമായ ഒരു ലിക്വിഡേഷന്റെ അജണ്ട, ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി അതിന്റെ സ്ഥാപക നേതാവിന്റെ ലിക്വിഡേഷൻ എന്ന് പറയുന്ന അജണ്ട നടപ്പിലാക്കുന്ന ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. ഇത് CPM എന്ന് പറയുന്ന പാർട്ടിയെ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ആളുകൾ ഇരിക്കുന്നുണ്ട്. കാത്തിരുന്ന് കാണുക. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് വി എസ് ഒന്ന് പുറത്തു പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് സമ്മേളന നഗരിക്ക് പുറത്തു പോയി എന്നാണ്. ഇന്നിപ്പോൾ കാര്യങ്ങൾ പൂർണ്ണമായി എങ്ങനെയാണോ പ്രമേയം പുറത്തു വിട്ടത് അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് വി എസ് ഈ കുറിപ്പ് അവതരിപ്പിച്ചത്, എങ്ങനെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് കൈകാര്യം ചെയ്തത്, സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായം എന്തായിരുന്നു, പ്രകാശ് കാരാട്ടുമായി സംസാരിച്ചതും കാരാട്ട് നൽകിയ മറുപടിയും എന്തായിരുന്നു. അതുകൊണ്ട് വി എസ് ചെയ്തത് അക്ഷന്തവ്യമായ തെറ്റാണ് എന്ന് പറഞ്ഞതിന് ശേഷം വി എസിനെ തിരിച്ച് ഈ സമ്മേളനത്തിലേക്ക് വരാൻ ക്ഷണിക്കുകയാണ്. എന്തുകൊണ്ടാണ് തുടർച്ചയായി ഇത്തരം നുണകൾ പറയുന്നത്, ഇന്നിപ്പോൾ അല്ലെങ്കിൽ മറച്ചു വയ്ക്കുന്നത്? ഇന്നിപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയുന്നത് വി എസ് പ്രതിപക്ഷ നേതൃസ്ഥാനവും അതുപോലെ തന്നെ MLA സ്ഥാനവും രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിൽ അതിനുള്ള ഒരു മുന്നൊരുക്കം നടത്തുകയാണോ പാർട്ടി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട്? കഴിഞ്ഞ 28-29 മണിക്കൂറായി വി എസ് നിലനിർത്തിയിരുന്ന ഒരു സന്നിഗ്ധതയുണ്ട് ഈ കാര്യത്തിൽ. എന്തിന് അദ്ദേഹം പുറത്തേക്ക് പോയി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇതുവരെ. ഒന്നുകിൽ അദ്ദേഹം പറയണം, അല്ലെങ്കിൽ പാർട്ടി പറയണം. ഏതായാലും പാർട്ടി അക്കാര്യത്തിനകത്ത്
അദ്ദേഹത്തിന്റെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, രാഷ്ട്രീയ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പുറത്തേക്ക് പോയത്. അദ്ദേഹത്തിന്റെ ഡിസെൻഷൻ തന്നെയാണത്, വിമതത്വം തന്നെയാണ്. ആ നിലയ്ക്ക് അത് അച്ചടക്ക ലംഘനമാണ്. അതിന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് സമ്മേളന നഗരിയിൽ നിന്ന് ഒരു കാര്യവും പറയാതെ ഇറങ്ങിപ്പോവുക, അടുത്തുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ താമസിക്കുക, രാഖി രാമായണം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോവുക, ഇതൊന്നും പാർട്ടിയെ അറിയിക്കാതിരിക്കുക. ഒരു കാരണവും പറയാതെ അങ്ങനെ പോകുന്ന സമയത്ത് അതിന്റെ കാരണം കണ്ടെത്തുക എന്നത് പാർട്ടിയുടെ ഒരു ആവശ്യമായി വരികയും അത് കണ്ടെത്തുമ്പോഴാണല്ലോ ഈ വിമതത്വത്തിന്റെ ഇഷ്യൂ വരുന്നത്. അപ്പോൾ അത് ചർച്ച ചെയ്യേണ്ടി വരും. ചർച്ച ചെയ്തെത്തിയത് ഇത് ഒരു അച്ചടക്ക ലംഘനമാണ്. ആ തെറ്റ് അംഗീകരിച്ചുകൊണ്ട് താങ്കൾ പാർട്ടി സമ്മേളനത്തിലേക്ക്, സംസ്ഥാന സമ്മേളനത്തിലേക്ക് തിരിച്ചു വരണം. സംസ്ഥാന സമ്മേളനത്തിന്റെ കൺക്ലൂഡിംഗ് സെഷൻ നാളെയാണ്. അതിൽ VS അച്യുതാനന്ദനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ കൺക്ലൂഡിംഗ് സെഷനിൽ അദ്ദേഹം പ്രസംഗിക്കേണ്ട ആളാണ്. ഏതായാലും ആ ഉത്തരവാദിത്വ നിർവഹണത്തിന് താങ്കൾ തിരിച്ചു വരണം. അങ്ങനെ തിരിച്ചു വരുമ്പോൾ സ്ഥാപക നേതാവായിരിക്കുന്നു, പ്രായം കൊണ്ടും പക്വത കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും ഏറ്റവും മുതിർന്ന നേതാവായിരിക്കുന്നു. ആ സാഹചര്യത്തെ മുൻനിർത്തി അദ്ദേഹത്തിന് ഒരു തിരിച്ചു വരണമെന്ന നിർദ്ദേശം നൽകാൻ ജനറൽ സെക്രട്ടറിയെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. എത്ര മനോഹരമായിട്ടാണ് ഒരു മനോഹാരിത അവിടെ നിൽക്കട്ടെ. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇതിലിപ്പോൾ VS അച്യുതാനന്ദൻ ഈ വിഷയം രാഷ്ട്രീയമായി തന്നെ ഉന്നയിച്ചിരുന്നു എന്ന കാര്യം ഇപ്പോൾ കോടിയേരി സമ്മതിക്കുകയാണ്. ആ ഉന്നയിച്ച വിഷയം അദ്ദേഹം ജനറൽ സെക്രട്ടറിയുടെയും പോളിറ്റ് ബ്യൂറോയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന കാര്യം ഇത് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ അത് ചർച്ച ചെയ്യാതെ അത് പിന്നീട് ചർച്ച ചെയ്യാം, നിങ്ങൾ അവൈലബിൾ PB ചേരുമ്പോൾ ആ കാര്യത്തിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ അവസരം നൽകാം എന്ന നിലയിൽ കാര്യങ്ങൾ കണ്ട ശേഷം ഇപ്പോൾ VS സമ്മേളനത്തിൽ നിന്ന് പുറത്തു പോകുന്നു. VS പ്രതിപക്ഷ നേതൃസ്ഥാനം ഉപേക്ഷിക്കാനൊരുങ്ങുന്നു, MLA സ്ഥാനം രാജിവെക്കാനൊരുങ്ങുന്നു. അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് മറികടക്കുന്നതിന് വേണ്ടി VS താങ്കൾ നാളെ വരൂ എന്ന് നാളെ ഞങ്ങൾ വീണ്ടും ക്ഷണിച്ചിരുന്നു. പുറത്തുപോയ ശേഷവും നിങ്ങളൊരു മുൻകൂർ ജാമ്യം എടുക്കുകയല്ലേ പാർട്ടി? അങ്ങനെ ഒരു വ്യാഖ്യാനത്തിനും സാധ്യതയുണ്ട് സാഹചര്യപരമായി. പക്ഷെ ഞാൻ അത്ര ഒരു വ്യാഖ്യാനമല്ല പി കെ പ്രകാശ് പറഞ്ഞ ആ വ്യാഖ്യാനമല്ല ഞാൻ സ്വീകരിക്കുന്നത്. അതിന് കാരണമുണ്ട്, അതിന് ന്യായവും ഞാൻ പറയാം. എന്താണ്? VS അച്യുതാനന്ദൻ രാജിവെക്കുന്നു, പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കുന്നു, MLA സ്ഥാനം രാജിവെക്കുന്നു എന്നൊക്കെയുള്ള ധാരാളം ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കാര്യത്തിനകത്ത് പ്രകാശ് കാരാട്ട് തീരുമാനമെടുത്ത് അവൈലബിൾ പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം അറിയിക്കുമ്പോൾ അതിന് എത്രയോ മുമ്പ് തന്നെ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ കൂടിയിരുന്നു. അതിന്റെ വാർത്തകൾ നിങ്ങളുടെ ചാനൽ പോലും പുറത്തേക്ക് വിട്ടിരുന്നു കൂടുന്നു എന്ന്. ആ അർത്ഥത്തിൽ മണിക്കൂറുകൾക്ക് മുമ്പ് കൂടിയ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗത്തിന്റെ തീരുമാനമാണ് പ്രകാശ് കാരാട്ട് പറയുന്നതെന്നിരിക്കെ VS അച്യുതാനന്ദൻ രാജിവെക്കുമെന്ന ഊഹാപോഹങ്ങൾ പ്രചരിച്ചതിന് ശേഷം ഉടനെ തന്നെ അത് പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു എന്ന് കരുതുന്നത് എല്ലാ നിലവാരത്തിലുള്ള ശാസ്ത്രീയ വീക്ഷണങ്ങൾക്ക് എതിരാണ്. ഏതോ സ്ഥാപിത താല്പര്യത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രചരണം മാത്രമാണ്. കാരണം അതിനു മുമ്പ് തന്നെ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചത് മാത്രമാണ് പ്രകാശ് കാരാട്ട് തന്റെ പ്രസംഗത്തിന്റെ അവസാനം പറയുകയും ഇപ്പോൾ കോടിയേരി വിശദീകരിക്കുകയും ചെയ്തത് എന്ന സത്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ശ്രീ KM ഷാജഹാൻ, VSനെ നാളെ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയല്ല, പങ്കെടുക്കണം എന്ന ജനറൽ സെക്രട്ടറി ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് നൽകുന്ന നിർദ്ദേശമോ ഉത്തരവോ അതെന്താണെങ്കിലും ടെലിഫോണിലൂടെ അറിയിക്കാൻ PB തീരുമാനിച്ചിരിക്കുന്നു. അതനുസരിച്ച് പ്രകാശ് കാരാട്ട് ആ നിർദ്ദേശം അല്ലെങ്കിൽ ഉത്തരവ് VS അച്യുതാനന്ദനെ അറിയിക്കുന്നു. അതിനുശേഷം അദ്ദേഹം സമ്മേളന നഗരിയിൽ പണ്ട് പിണറായി വിജയൻ്റെ ജാഥയുടെ അവസാന നിമിഷം വരെ വിട്ടുനിന്ന ശേഷം അങ്ങനെ പങ്കെടുത്തതുപോലെ പങ്കെടുക്കുമോ ഇത്തവണയും? ശ്രീ KM ഷാജഹാൻ. അല്ല പ്രകാശ്, എനിക്ക് തോന്നുന്നത് അതിനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു ചെറിയ കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇത് മൊത്തം ഒരു ട്രാപ്പായിരുന്നു. ഉമേഷ് പറഞ്ഞതുപോലെ ഇതൊരു ട്രാപ്പായിരുന്നു എന്ന് വളരെയധികം വ്യക്തമായിരിക്കുകയാണിത്. ഈ കത്ത് VS പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്തു. പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്തത് ഈ ഉമേഷ് പറഞ്ഞ പോലെ യെച്ചൂരി പോലും കണ്ടിട്ടില്ല. അങ്ങനെ കാണാതിരിക്കുന്നതിന് മുമ്പ് ഈ പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത കത്ത് പത്രത്തിൽ വരുന്നു. പത്രത്തിൽ വന്നതിനെ തുടർന്ന് ആ പത്രത്തിൽ വന്നതിനെ വിമർശിച്ചുകൊണ്ട് VS അച്യുതാനന്ദനെതിരെ പ്രമേയം പാസ്സാക്കുന്നു. ആ പ്രമേയത്തിനകത്ത് VS അച്യുതാനന്ദന് ഇനിയിപ്പോൾ പാർട്ടിയിൽ തുടരുക ബുദ്ധിമുട്ടാണെന്ന് വ്യംഗ്യമായി അതിനകത്ത് സൂചിപ്പിക്കുന്നു. അതിനുശേഷം VS അച്യുതാനന്ദനെ പ്രകോപിപ്പിച്ച് ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ പത്രസമ്മേളനത്തിൽ നിന്ന് ഉമേഷ് പറഞ്ഞതുപോലെ വളരെ കൃത്യമാണ് ഈ ട്രാപ്പ്.
വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ നേതാവിനെ ഈ പാർട്ടിയിൽ നിന്ന് ഈ സംസ്ഥാന സമ്മേളനത്തോടുകൂടി പ്രകോപിപ്പിച്ച് പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുരുക്ക് ആയിരുന്നു ഈ മൊത്തം സംഭവങ്ങൾ എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിഞ്ഞിരിക്കുകയാണ്. ഇത് വി എസ് അച്യുതാനന്ദൻ, എനിക്ക് ആകെപ്പാടെ ഒരൊറ്റ സംശയം മാത്രമേ ഉമേഷ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് വ്യത്യസ്തമായി പറയാനുള്ളൂ. ഇത് വി എസ് അച്യുതാനന്ദനെയാണോ ഈ ലിക്വിഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്, അതോ വി എസ് അച്യുതാനന്ദനെ ലിക്വിഡേറ്റ് ചെയ്യാൻ ഇറങ്ങിയ CPM ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ടു പോവുകയാണോ ചെയ്യുന്നത് എന്നുള്ള ഒരൊറ്റ സംശയം മാത്രമേ എനിക്ക് ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ. വി എസ് പിണറായി വിജയന്റെ ജാഥ തീർന്നപ്പോൾ വന്നതുപോലെ തിരിച്ചു വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വി എസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് വി എസിന്റെ മുമ്പിൽ ഇനി രാജി പോലുള്ള നടപടിക്രമങ്ങൾ മാത്രമേ മുന്നിലുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ രാജി വി എസ് ചെയ്ത് കഴിയുമ്പോൾ അത് അഖിലേന്ത്യാ തലത്തിൽ ഒക്കെ ഈ പ്രകാശ് കാരാട്ടിന്റെ നേതൃത്വത്തിലുള്ള ഈ CPM ഉണ്ടാക്കാൻ പോകുന്ന ബാക്ക്ലാഷ്, തിരിച്ചടി, അത് അഭൂതപൂർവമായിരിക്കും. ആ തിരിച്ചടിയെ CPM സംസ്ഥാനത്തിന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 2016 മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഏതാണ്ട് ഇന്നത്തോടുകൂടി പുറത്തു വന്നിരിക്കുന്നു. അത് CPMന് ഒരു 5 വർഷവും കൂടി അധികാരത്തിന് പുറത്തു നിൽക്കാം എന്നുള്ള ഫലമാണ് ഇന്ന് ഈ തീരുമാനത്തോടുകൂടി പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്കത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അഡ്വക്കേറ്റ് ജയശങ്കർ, എന്താണ് CPMൽ നടക്കുന്നത്? അല്ല, ഈ ശ്രീ ഷാജഹാൻ എൻ്റെ 2 കൊല്ലം സീനിയറായിട്ട് ആലുവ UC കോളേജിൽ പഠിച്ച ആളാണ്. അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ 100% അല്ല 101% യോജിക്കുന്നു. അദ്ദേഹം പറഞ്ഞ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് VS പുറത്താക്കാൻ വേണ്ടി പിണറായി വിജയനും അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന സഖാക്കളും ഉണ്ടാക്കിയ ഒരു ട്രാപ്പാണ്. അദ്ദേഹം PBക്ക് കത്തെഴുതുന്നുള്ള ശരിയാണ്. ആ കത്ത് മലയാള മനോരമയ്ക്ക് കൊടുത്തത് മറ്റാരുമല്ല, പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം തന്നെയാണ്. VS ആണ് കൊടുത്തതെങ്കിൽ അത് മാതൃഭൂമിക്ക് കൊടുക്കുമായിരുന്നു. കാരണം നമുക്കറിയാമല്ലോ, VSും വീരേന്ദ്രകുമാറും തമ്മിലൊരു ഇരിപ്പുവശം, VSും മാതൃഭൂമിയും തമ്മിലുള്ള ഇരിപ്പുവശം. VS കേന്ദ്ര കമ്മിറ്റിയിൽ നടത്തിയ പ്രസംഗം അതേപടി വള്ളി പുള്ളി വിസർഗ വ്യത്യാസമില്ലാതെ മാതൃഭൂമിയുടെ എഡിറ്റ് പേജിൽ വന്ന സാഹചര്യം. VS അച്യുതാനന്ദൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽക്ക് ഇന്ന് വരെയും അദ്ദേഹത്തെ തകർക്കാനും താറടിച്ച് കാണിക്കാനും വേണ്ടി ഏറ്റവും അധികം പരിശ്രമിച്ചിട്ടുള്ള മലയാള മനോരമയ്ക്ക് അദ്ദേഹം കത്തിൻ്റെ കോപ്പി കൊടുക്കുമെന്ന് അരിയാഹാരം കഴിക്കുന്നവരാരും വിശ്വസിക്കുകയില്ല. അപ്പോൾ ആ കത്ത് ഏത് ഭാഗത്തു നിന്നാണ് വന്നത്? വിജയൻ മിന്നൽ പിണറായി എന്ന് പണ്ട് പ്രകീർത്തിച്ച മനോരമയ്ക്ക് ഈ കത്ത് കിട്ടിയത് എവിടെ നിന്നാണെന്ന് ഊഹിക്കാവുന്നുള്ളൂ. ആ കത്ത് വരുന്നു, അതിന് പുറകെ നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി VSനെ അപലപിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കുന്നു. ഏത് പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത കത്ത് പോളിറ്റ് ബ്യൂറോ പരിഗണിക്കുന്നതിന് മുമ്പ് ഇവിടെയുള്ള ആളുകൾ പരിഗണിച്ചു. അതിലുള്ള എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് കണ്ടെത്തി. പോട്ടെ, പ്രമേയം പാസ്സാക്കിയത് മനസ്സിലാക്കാം. അത് അപ്പോൾ തന്നെ സംസ്ഥാന സെക്രട്ടറി അതിഗംഭീരമായ പത്രസമ്മേളനം നടത്തി ബഹുജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. ചാനലുകളൊക്കെ അത് തത്സമയം സംപ്രേഷണം ചെയ്യുന്നു. പത്രങ്ങളൊക്കെ പിറ്റേ ദിവസം അത് ആവർത്തിക്കുന്നു. അതിനടുത്ത ദിവസം സമ്മേളനം ആരംഭിക്കുന്നു. അവിടെയുള്ള ഏറ്റവും ഇളയ സഖാക്കൾ പോലും, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച പാർട്ടിയിൽ ചേർന്ന ആളുകൾ വരെ VSനെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. ഈ പ്രസംഗം കേട്ട് VS സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പിന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ആത്മാഭിമാനമുള്ള ഒരാൾക്കും ഈ പാർട്ടിയിൽ അങ്ങനെ ഒരു സന്ദർഭത്തിൽ തുടരാൻ കഴിയുകയില്ല. അത് തന്നെ VSും ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം ആദ്യം വീട്ടിലേക്ക് പോകുന്നു, പിന്നെ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അങ്ങനെ അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിണ്ണം വയ്ക്കുന്നു. നാളെ തിങ്കളാഴ്ചയാണ്, ഇല്ലേ? തിങ്കളാഴ്ച നല്ല ദിവസം എന്നൊരു സിനിമയുണ്ട് പത്മരാജൻ്റെ. ആ സിനിമ ഈ പരിപാടി കാണുന്ന മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. ആ സിനിമ 1985 ഇറങ്ങിയത്. ഞാനെന്ന് MA പഠിക്കുകയാണ്. ആ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് എന്തൊരു അസംബന്ധമാണ്, ഇങ്ങനൊരു സംഭവം ഈ നാട്ടിൽ നടക്കുമോ എന്ന് ഞാൻ സത്യത്തിൽ എനിക്ക് ആ സിനിമ ഒട്ടും ഇഷ്ടമായില്ല. പക്ഷേ 2015 നിന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പത്മരാജനോട് വലിയ ബഹുമാനം തോന്നുന്നുണ്ട്. എത്ര വലിയ ക്രാന്തദർശിയായിരുന്നു അദ്ദേഹം. അന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിൽ വൃദ്ധസാധനങ്ങൾ ഈ രാജ്യത്ത് വർദ്ധിച്ചിരിക്കുകയാണ്, ഇല്ലേ? പ്രായമായ മാതാപിതാക്കളെ വൃദ്ധസാധനത്തിൽ അടയ്ക്കുന്ന മക്കൾ കൂടി വരുന്ന ഈ നാട്ടിൽ ഇതാ 93 വയസ്സായ ഒരു സഖാവിനെ വൃദ്ധസാധനത്തിൽ പോലും ഇല്ലാതെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുകച്ച് പുറത്താക്കുകയാണ്. ഈ ക്രൂരമായ യാഥാർത്ഥ്യം, ഞാൻ പറഞ്ഞ പത്മരാജൻ എത്ര വലിയ ക്രാന്തദർശിയായിരുന്നു നമുക്ക് മനസ്സിലാവുന്ന ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ്. അതിൽ കൂടുതൽ ഷാജഹാൻ പറഞ്ഞത് വളരെ ശരിയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം ഇപ്പോൾ തന്നെ നടക്കാൻ പോവുകയാണ്. വ്യക്തമാണ്. ശ്രീ KM ഷാജഹാൻ, പക്ഷേ VS ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെച്ചാൽ, MLA സ്ഥാനം ഒഴിഞ്ഞാൽ, അതുപോലെ തന്നെ VSനെ അദ്ദേഹം സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന കുറ്റം ചാർത്തി പ്രകാശ് കാരാട്ട് ഉത്തരവിട്ടതിന് ശേഷം തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് തിരിച്ചു വന്നില്ല എന്ന കുറ്റം ചാർത്തി പാർട്ടിയിൽ നിന്ന് പടിയടച്ചാൽ, പകരം പ്രതിപക്ഷ നേതൃസ്ഥാനം, സെക്രട്ടറി സ്ഥാനം, പാർട്ടിയുടെ അകത്തെ അവസ്ഥ, പുറത്തെ അവസ്ഥ അവിടെ നിൽക്കട്ടെ, എന്തായിരിക്കും? അല്ല, അത് വളരെ സങ്കീർണമാണ്. പ്രകാശ് ഉന്നയിച്ചിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ളൊരു പ്രശ്നമാണ്. കാരണം പിണറായി വിജയൻ പടിയിറങ്ങുകയാണ്. VS അച്യുതാനന്ദൻ സ്വയം
പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുകയാണ്. സ്വാഭാവികമായും ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്ഥാനം ഇപ്പോൾ പാർട്ടിക്കകത്ത് ആർക്ക് ഇത് കൊടുക്കും എന്നുള്ളതാണ്. അതിലൊന്ന് പിന്നെ കോടിയേരി ബാലകൃഷ്ണനാണ്. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറിയായി മാറുകയാണ്. പിന്നീടുള്ളത് പിന്നെ MA ബേബിയാണ്. MA ബേബി പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള മെമ്പറാണ്. പക്ഷേ MA ബേബിക്കെതിരെ ഒരുപാട് ആക്ഷേപങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. MLA സ്ഥാനം രാജിവെക്കാൻ പോയി തോറ്റപ്പോഴെന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ നേതൃസ്ഥാനം ആരിലേക്ക് വരും എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ പ്രധാനമായും നടക്കാൻ പോകുന്നത്. പിണറായി വിജയൻ പടിയിറങ്ങിയിരിക്കുകയാണ്. പിണറായി വിജയൻ ഇനിയിപ്പം ആകണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ വേണമെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആക്കിയിട്ട് വേണം ധർമ്മടത്തേക്ക് നിർത്താം. അതൊക്കെ വലിയ നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് സ്ഥാനം എങ്ങോട്ട് പോകും എന്നുള്ളതാണ് പാർട്ടിക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പ്രതിപക്ഷ നേതാവ് സ്ഥാനം തനിക്ക് അർഹതപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നീല ജുബ്ബയൊക്കെ ഇട്ട് ഒരു കഷണ്ടിയുള്ള വെളുത്ത താടിയുള്ള ഒരാൾ ആ വശത്ത് മാറി നിൽപ്പുണ്ട്. അദ്ദേഹം ഈ നേതാക്കളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി VSന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് രാവിലെ ഒരു 5:30 മണിക്ക് റിപ്പോർട്ടറുടെ പ്രതിനിധിയോട് പറയുന്നതായിട്ട് കേട്ടത്. അത് മറ്റാരുമല്ല, അത് ഡോക്ടർ ഉമേഷ് ബാബു. ഈ കാര്യത്തിൽ VS അച്യുതാനന്ദന് നേരെ ഇപ്പോൾ CPIM സ്വീകരിക്കുന്ന ഈ തെറ്റായ സമീപനം, അതിന് പാർട്ടിയുടെ സംഘടനാപരമായ എല്ലാ ന്യായീകരണങ്ങളും അവർ നിരത്തുമ്പോൾ തന്നെ പാർട്ടിക്കകത്തും പുറത്തും സൃഷ്ടിക്കാൻ പോകുന്ന പ്രത്യാഘാതം അതെന്തായിരിക്കും? അത് ബംഗാളിൽ നോക്കിയാൽ മതി. അതിന് മുമ്പില് ഈ ഭാസുരേന്ദ്രബാബു പറഞ്ഞ ഒരു നുണയ്ക്കൊരു മറുപടി പറയണം. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവൈലബിൾ PV ഇപ്പോൾ ചേർന്നു മറ്റേ ചേർന്നു എന്നൊക്കെ ആ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങേർക്ക് ഈ CPMനെ കുറിച്ച് യാതൊരു വിവരമില്ല. എന്തിനാണ് ഇന്ന് വൈകുന്നേരം അവൈലബിൾ പോളിറ്റ് ബ്യൂറോ ചേർന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പാർട്ടി സമ്മേളനത്തിലെ ചർച്ചകൾക്ക് PB മറുപടി പറയണം. PBക്ക് വേണ്ടി ജനറൽ സെക്രട്ടറി മറുപടി പറയണം. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് വൈകുന്നേരം. അല്ലാതെ VS അച്യുതാനന്ദന്റെ പ്രശ്നം പരിഹരിക്കാനല്ല അവൈലബിൾ PB ചേരുന്നത്. ഇതൊക്കെ CPM എന്ന് പറയുന്ന സംഘടനയെ മനസ്സിലാക്കുന്ന മുഴുവൻ ആളെ സംബന്ധിച്ചിടത്തോളം ബാലപാഠാണ്. അതുകൊണ്ട് കെട്ടുകഥകൾ അവതരിപ്പിക്കുമ്പോൾ CPMനെ ന്യായീകരിച്ചു, പക്ഷെ നാട്ടുകാർ കേൾക്കും. ഈ നാട്ടുകാർക്ക് CPMനെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് രക്ഷപ്പെടരുത്. ഇതൊരു ഗൂഢാലോചന, പ്രകാശ് കാരാട്ട് 1-ാം പ്രതിയായി നടന്നൊരു ഗൂഢാലോചനയുടെ അവസാന അംഗം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ കോടിയേരി ബാലകൃഷ്ണന്റെ പത്രസമ്മേളനത്തോട് കൂടിയിട്ട് ഇനി അതിനെക്കുറിച്ച് ഒരു ചർച്ച പോലും ആവശ്യമില്ലാത്ത വിധം വളരെ വ്യക്തമാണ്. ജയശങ്കർ, ഈ ഗൂഢാലോചന CPIMന് മറികടക്കാൻ കഴിയുമോ? ഇത്തരം ഗൂഢാലോചന നടത്തിക്കൊണ്ട് VSനെ പുറത്തേക്ക് തള്ളി നീക്കിയ ശേഷം ഇനിയും CPIMന് അതിന് ഇപ്പോൾ MV രാഘവനെ പുറത്താക്കിയപ്പോൾ, ഗൗരിയമ്മയെ പുറത്താക്കിയപ്പോൾ എല്ലാം നിരവധി ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് നൽകുന്ന ന്യായീകരണം എന്തായിരിക്കും? അതെങ്ങനെ ജനം സ്വീകരിക്കും? അല്ല, MV രാഘവനെ പുറത്താക്കിയതിനും ചാത്തുണ്ണി മാസ്റ്റർ പുറത്താക്കിയതിനും ഗൗരിയമ്മയെ പുറത്താക്കിയതിനും ഒന്നും പുറമേക്ക് പറയാവുന്ന ഒരു ന്യായീകരണം ഉണ്ടായിരുന്നില്ല. 4 ആൾ കേട്ടാൽ വിശ്വസിക്കുന്ന ഒരു ന്യായീകരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്നത്തെ സാഹചര്യമല്ല ഇന്നുള്ളത്. 3 വിധത്തിൽ വ്യത്യസ്തമായിരിക്കുന്നു. ഒന്നാമത് ഈ TV ചാനലുകൾ ഇതെടുത്ത് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. പഴയ പോലെ അല്ലല്ലോ. അന്ന് TV ചാനലില്ല. ഗൗരിയമ്മയെ പുറത്താക്കുമ്പോൾ പോലും ചാനലുകളില്ല, ദൂരദർശൻ മാത്രമേ ഉള്ളൂ. ഒരു കാര്യം, ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താ സംഭവിക്കുന്നതല്ല. രണ്ടാമത്, ഇവരെ എല്ലാവരും പുറത്താക്കുമ്പോഴും EMS നമ്പൂതിരിപ്പാടെന്ന് പറഞ്ഞാൽ അതിശക്തനായ ഒരു കൊളോസസ് പോലെ ഒരാളോടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കലും തെറ്റ് ചെയ്യുകയില്ല എന്ന് പാർട്ടിക്കാർ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു. അതുകൊണ്ട് നമ്പൂരിപ്പാടുണ്ട് എന്നവർ വിശ്വസിച്ചു. ഇന്ന് അങ്ങനെ വിശ്വസനീയമായൊരു നേതൃത്വം ഇല്ല. മൂന്നാമത്, ഈ പുറത്താക്കുന്ന ആളുകളെക്കാൾ വിശ്വാസ്യതയുള്ള ആളാണ് VS അച്യുതാനന്ദൻ. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. The senior most leader of the party, and we hope that he will be back at the conference. സമുന്നത നേതാവാണെന്നാണ് വൃന്ദ കാരാട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് പറയാനായിട്ട് വൃന്ദ കാരാട്ട് ഡൽഹിയിൽ നിന്ന് പ്ലെയിൻ കൂലി ചിലവാക്കി ഇവിടെ വരെ വരേണ്ടിയിരുന്നില്ല. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. VS അച്യുതാനന്ദൻ വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ്, സമുന്നത നേതാവാണ്, ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ്. അത് പറയാൻ വൃന്ദ കാരാട്ടിൻ്റെ ആവശ്യമില്ലല്ലോ. അത് നിങ്ങൾ സിന്ധു ജോയിയോട് ചോദിച്ചാൽ അവർ പോലും പറയും ഇല്ലേ. ചിലപ്പോൾ ചിന്താ ജെറോം സമ്മതിക്കുകയില്ല. പണ്ട് VSനെ ഏറ്റവും ശക്തമായി എതിർത്തിരുന്ന ഒരാൾ സിന്ധു ജോയിയാണ്. ഇപ്പോൾ സിന്ധു ജോയി അവിടെയുള്ളത്. ഇപ്പോൾ ചിന്താ ജെറോമിനെ പോലെ അല്ലെങ്കിൽ സ്വരാജ് നായർ, ഷിജു ഖാൻ ഇങ്ങനെയുള്ള പുത്തൻകൂറ്റ് നേതാക്കന്മാർ കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയായിട്ട് പാർട്ടിയിൽ മെമ്പർഷിപ്പ് കിട്ടിയ ആൾക്കാരാണ് VSനെ എതിർക്കുന്നത്. കുലംകുത്തിയാണ്, വഞ്ചകനാണ് എന്നൊക്കെ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് പറയാനായിട്ട് ഇവർ ഈ സ്ത്രീയുടെ ആവശ്യമില്ല. എന്താ ഒരു പേര്, വൃന്ദ കാരാട്ട്. അവരെ പോലെയുള്ള ആളുകളാണ് ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്നത്. ഇതല്ലേ പാർട്ടിയുടെ ഒരു വലിയ ദുരവസ്ഥ. ബസവ പുന്നയ്യ, രാമമൂർത്തി, അങ്ങനെയുള്ള ആളുകൾ ഇരുന്ന സ്ഥലത്ത് AK ഗോപാലൻ, EMS നമ്പൂരിപ്പാട്,
സുർജിത്ത് ഇവരൊക്കെ ഇരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഇതുപോലുള്ള ആളുകളുണ്ട്. ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് കൂടി നേതാക്കന്മാരായ ആളുകളാണ്. പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി എല്ലാം ബുദ്ധിജീവികളാണ്. പക്ഷേ ഈ രാജ്യത്തിന് ഏറ്റവും വലിയ കുഴപ്പം കോൺഗ്രസിലാണെങ്കിലും CPM-ലാണെങ്കിലും പാർട്ടിയെ നയിക്കുന്ന മുഴുവൻ ബുദ്ധിജീവികളാണ്. ബുദ്ധിജീവികൾ നയിച്ചാണ് പാർട്ടി ഇന്ന് ഈ രൂപത്തിലായത്. ഇപ്പോൾ പശ്ചിമ ബംഗാളിലേക്ക് ചെല്ലാൻ പറ്റുകയില്ല. ഇനി വൈകാതെ കേരളത്തിലും ഇതേ അവസ്ഥ തന്നെ ഉണ്ടാവും. പശ്ചിമ ബംഗാളിൻ്റെ അവസ്ഥയിലേക്ക് കേരളം നീങ്ങുമോ? VS നേരെ പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന നടപടി അത് എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് ഇന്നും നാളെയും വരും ദിവസങ്ങളിലുമായി കാണാം. വളരെ നന്ദി ശ്രീ KC ഉമേഷ് ബാബു, ശ്രീ KM ഷാജഹാൻ, ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ ജയശങ്കർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.